സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 31-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് 2024 ഡിസംബർ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത സമയത്ത് 6 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 1300 രൂപ 1200 രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത്. ഇതിൽ 300 മുതൽ 200 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ തുകയിൽ കുറവ് വരാനുള്ള കാരണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ തുക ഒട്ടുമിക്ക ആളുകൾക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും തുക ലഭിച്ച ആളുകൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 300 അതല്ലെങ്കിൽ 200 നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ലഭിക്കാത്ത ആളുകളും അവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസത്തിലെ ഗഡു മാത്രമാണ് വിതരണം നടക്കുന്നത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് രാജ്യത്ത് വരുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ്. അതായത് 10 ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇ-വേ ബിൽ നിർബന്ധമാണ്. എന്നാൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കാൻ ഈ നിയമം കാരണമാകുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇവർ പറയുന്നത് ഇ-വേ ബിൽ 10 ലക്ഷം എന്ന പരിധി ഉയർത്തി 500 ഗ്രാം എന്ന രീതിയിലേക്ക് ആക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം, വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം കൈവശം വെക്കാമെന്നാണ് നിയമം പറയുന്നത്. ഈ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ-വേ ബില്ല് ഏർപ്പെടുത്താനുള്ള നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അതുകൊണ്ട് തന്നെ 10 ലക്ഷം എന്ന പരിധി മാറ്റിയിട്ട് 500 ഗ്രാം എന്ന പരിധിയിലേക്ക് കൊണ്ടെത്തിക്കണമെന്നാണ് പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത്. ഈ നിയമം വരുന്ന 3 ദിവസത്തിനകം തന്നെ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് മാറ്റിയിട്ട് പകരം കൃത്യമായ ഒരു സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച, അതായത് ഇന്ന് കൊച്ചിയിൽ കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കൊച്ചിയിൽ വിപുലമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000 പോലീസുകാർ ഫോർട്ട് കൊച്ചി മേഖലയിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പുതുവർഷ തലേന്ന് കൊച്ചിയിലെത്തുന്നവർക്ക് പാർക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് നേരിട്ട് ബസ് സർവീസ് വൈകിട്ട് 4 മണി വരെ ഏർപ്പെടുത്തും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ സ്ക്വാഡ് രൂപീകരിക്കും. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന വെള്ളി ഗ്രൗണ്ടിൽ പോലീസ് കൺട്രോൾ റൂം ഉണ്ടായിരിക്കുമെന്നും കോസ്റ്റൽ പോലീസും നിരീക്ഷണത്തിനുണ്ടാകുമെന്നും കമ്മീഷണർ അറിയിച്ചു. കൂടുതൽ പോലീസ് ജാഗ്രത ഉണ്ടാകുമ്പോൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും പോലീസുകാർ നിരീക്ഷണത്തിനിറങ്ങുമ്പോൾ കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ഈയിടെ വന്ന ഒരു കോടതി വിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും മൊബൈലിൽ സൂക്ഷിച്ചു വച്ച പ്രതിക്ക് 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ ഫൈനും ചുമത്തി. കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുന്നത് തടയാനുള്ള ഓപ്പറേഷൻ പി ഹണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത തങ്കമണി അമ്പലമേട് സ്വദേശിക്കാണ് ഇടുക്കി പൈനാവ് അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. 2023 കേസെടുത്തത്. ഈ ഒരു ഫൈൻ അടച്ചിട്ടില്ല എങ്കിൽ അധിക ശിക്ഷ പ്രതി അനുഭവിക്കേണ്ടി വരും. പോക്സോ നിയമപ്രകാരവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന രീതിയിൽ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. നിരവധി ആളുകൾ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി മാത്രം സൈബർ ഇടങ്ങളിൽ കൈകാര്യം ചെയ്യുക. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് APL BPL കാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ APL വിഭാഗത്തിന് മുൻഗണനാ വിഭാഗമായ BPL വിഭാഗത്തിലേക്ക് മാറാനുള്ള അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതിയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ 2024 ഡിസംബർ മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള അവസാന തീയതിയും ഇന്ന് തന്നെയാണ്. ഇനി ജനുവരി മുതൽ നാളെ മുതൽ ഒരു പുതിയ മാസമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.